എല്ലാ രാഷ്ട്രത്തലവന്മാരോടുമായി പറഞ്ഞു, എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ നിങ്ങൾ ഇടപെടണം. ഒപ്പം എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എൻ്റെ ജനതയുടെ വിമോചനം കൂടി പൂർത്തിയാകണം. അദ്ദേഹം അത് പറഞ്ഞു നടന്നപ്പോഴേക്കും ഗവൺമെന്റ് ഓഫ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ പറഞ്ഞു, ഇന്ത്യയിൽ അൺടച്ചബിലിറ്റി ഉള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കാനും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് സമഗ്രമായി പരിശോധിക്കുവാനും ആവശ്യപ്പെട്ടു. ഈ പ്രഖ്യാപനം കേട്ടപ്പോഴാണ് 1932 സെപ്റ്റംബർ മാസം 20-ാം തീയതി മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമരായുധമായിട്ടുള്ള അഹിംസയുടെ ഏറ്റവും വലിയ പോരാട്ടമായിട്ടുള്ള ഉപവാസ സമരം ആരംഭിച്ചത്. എർവാദ ജയിലിന്റെ മാവിൻ താഴെ ഗാന്ധിജി പട്ടിണി സമരം ആരംഭിച്ചു. 20-ാം തീയതി സമരം ആരംഭിച്ചു. 21, 22, 23 4 ദിവസം സമരം പിന്നിട്ടപ്പോ ഗാന്ധിജി മരണത്തോട് മല്ലടിക്കുന്നു. അന്ന് എല്ലാ ഹിന്ദു സംഘടനകളും, എല്ലാ മതസംഘടനകളും, എല്ലാ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയും എല്ലാത്തതും എല്ലാം ഇടപെട്ടിട്ട് പറഞ്ഞു, അംബേദ്കർ പുറകോട്ട് വരണം, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കണം, ഗാന്ധിജിയുടെ ജീവൻ വിലപ്പെട്ടതാണ്. അന്ന് അംബേദ്കർ പറഞ്ഞത്, എന്നെ കെട്ടിത്തൂക്കി കൊന്നാലും ശരി, എന്റെ കോടിക്കണക്കായ അധസ്ഥിത ജനതയുടെ വിമോചനവുമായി പരിശോധിക്കുമ്പോൾ ഗാന്ധിജിയുടെ ജീവന് വലിയ വിലയൊന്നും കൽപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ നിഷേധിയായ തന്റേടിയായ അയ്യൻകാളിയേക്കാൾ അറിവിന്റെ അടിസ്ഥാനത്തിൽ പ്രോജ്വലമായി ഇടപെട്ട മഹാത്മാ അംബേദ്കർ. ആ അംബേദ്കറുടെ ഇടപെടലിൽ നിന്നുമാണ് ഗാന്ധിജിയുമായി കരാറിലുണ്ടാക്കിയത് 1932 സെപ്റ്റംബർ 24 പൂന കരാർ. ആ കരാറിലൂടെ സംവരണ വിഭാഗത്തെ അംഗീകരിക്കുന്ന തരത്തിൽ 10 കൊല്ലത്തേക്ക്, അല്ലാതെ ലോകമുള്ളത്രയും കാലം ഇന്ത്യയിൽ സംവരണം വേണ്ട, 10 കൊല്ലം കൊണ്ട് ഈ അൺടച്ചബിലിറ്റി എല്ലാം ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കരാറുണ്ടാക്കി. ആ കരാറിനെ തുടർന്നാണ് ബ്രിട്ടീഷ് നേതൃത്വം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പുറപ്പെടുവിക്കുന്നത്. ആ ആക്ടിലൂടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ ജാതിക്കൂട്ടങ്ങൾ പറഞ്ഞു, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, പട്ടികജാതി പട്ടികവർഗം. ആ വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1946 സെപ്റ്റംബർ മാസം 1-ാം തീയതി ഇന്ത്യയുടെ പ്രിയങ്കരനായ ജവഹർലാൽ നെഹ്റുവിനെ താൽക്കാലിക പ്രധാനമന്ത്രിയായി ബ്രിട്ടീഷ് നേതൃത്വം തീരുമാനിക്കുകയും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിന്റെ അസംബ്ലിയിലേക്ക് മത്സരിച്ച് ഡോക്ടർ BR അംബേദ്കർ അതിനകത്ത് കടന്നു വന്നു. അംബേദ്കറിനെ പോലെ പാണ്ഡിത്യമുള്ള ഒരാള് ഈ ഇന്ത്യൻ ഭരണഘടന ശില്പിയായി മാറണമെന്ന് കരുതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി കൊടുത്തു. 2 വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ട് 395 വകുപ്പും 8 പട്ടികയുമുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടന ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അയിത്തം നിയമം മൂലം നിരോധിച്ച രാജ്യം 17-ാം വകുപ്പ്, 16(4) അവസര സമത്വം, സർവീസിലെ പങ്കാളിത്തം, 331 342 പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റ്, 330 ഈ രാജ്യത്തെ പട്ടികജാതിക്കാരനെ പാർലമെന്ററി രംഗത്ത് സംവരണം. ഇങ്ങനെ എത്രയെത്ര അവസരങ്ങളിലൂടെ ഞങ്ങളെ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ വഴികളിലേക്ക് കടത്തിവിട്ടു.